വിവാദമായതിനെ തുടർന്ന് തിരുവനന്തപുരം SMV സ്കൂൾ ഗേറ്റ് നിർമ്മാണം നിർത്തിവെച്ചു. ഗേറ്റിനായി നിർമ്മിച്ച കുഴികൾ മൂടാൻ കോർപ്പറേഷന്റെ നിർദ്ദേശം. സമീപത്തെ ഹോട്ടലിന് ബാർ ലൈസൻസ് ലഭിക്കാൻ വേണ്ടി ഗേറ്റ് പുതുക്കി നിർമ്മിക്കുന്നു എന്ന ആരോപണം ശക്തമായിരിക്കെയാണ് കോർപ്പറേഷന്റെ തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. ഒടുവിൽ SMV സ്കൂളിന് ഈ പഴയ ഗേറ്റ് തന്നെ മതിയെന്ന് ഇപ്പോൾ കോർപ്പറേഷൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ പ്രതിഷേധങ്ങൾ അത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് പുതിയ ഗേറ്റ്, അതായത് ഈ നിർമ്മിച്ച ഈ ഗേറ്റിന് വലിയ ബലക്ഷയമൊന്നുമില്ല, എല്ലാം കൃത്യമായി തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിന് തൊട്ട് പിന്നിലേക്ക് മാറി പുതിയ ഗേറ്റ് പണിയാനായിരുന്നു, വലിയൊരു കവാടം പണിയാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ കവാടം പണിയുന്നത് തൊട്ട് നേരെ ഓപ്പോസിറ്റുള്ള റോഡിന് എതിർവശമുള്ള ഒരു ഹോട്ടൽ ഇപ്പോൾ പുതുക്കി പണിയുന്നുണ്ട്. ആ ഹോട്ടലിന് ബാർ ലൈസൻസ് കിട്ടാൻ വേണ്ടി ആണ് എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നത്. ഇതാണ് ആ ഹോട്ടൽ. ഈ ഹോട്ടൽ ഇപ്പോൾ പുതുക്കി പണിയുകയാണ്. ഈ ഹോട്ടൽ പുതുക്കി പണിക്കിയ ശേഷം ഇതിന് ബാർ ലൈസൻസ് കിട്ടണമെങ്കിൽ ഈ ഹോട്ടലിൽ നിന്ന് ഈ സ്കൂളിലേക്ക് 200 മീറ്റർ ദൂരപരിധി വേണം. ഇത് നേരെ അല്ല അളക്കുന്നത്, റോഡിൻ്റെ എതിർവശമാണെങ്കിലും തൊട്ടടുത്ത ജംഗ്ഷൻ പോയി വളഞ്ഞായിരിക്കും ഇതിൻ്റെ ദൂരം അളക്കുന്നത്. എന്നാൽ അതിൽ 200 മീറ്റർ എത്തുന്നില്ല. ആ സാഹചര്യത്തിൽ കുറച്ചുള്ളിലേക്ക് കയറ്റി റോഡ് ഈ ഗേറ്റ് പണിയുന്നു എന്നായിരുന്നു ആക്ഷേപം ഉയർന്നത്. എന്തായാലും ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കോർപ്പറേഷൻ പണി നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഈ കുഴികൾ, ഈ 2 ഗേറ്റിൻ്റെയും കവാടത്തിന് വേണ്ടി നിർമ്മിച്ച 2 കുഴികൾ, ആ കുഴികൾ ഇപ്പോൾ മൂടുകയാണ്. മൂടിയ ശേഷം ഇവിടെ പൂർവ്വസ്ഥിതിയിലാക്കും. ഈ പഴയ ഗേറ്റ് ഇതേ രീതിയിൽ നിലനിർത്തും. ഇതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ അധികാരികളാണ് 2019 ആദ്യം ഇത്തരത്തിൽ 100 വർഷം പൂർത്തിയായി, ഈ സ്കൂൾ 100 വർഷം പൂർത്തിയായ സാഹചര്യത്തിൽ പുതിയ കവാടം നിർമ്മിക്കണം എന്നൊരു പ്രപ്പോസൽ സ്കൂൾ അധികൃതർ കോർപ്പറേഷന് നൽകിയത്. അന്ന് ഇതിലൊരു തീരുമാനം എടുത്തിരുന്നില്ല, അന്ന് ഇത് അവഗണിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അടിയന്തരമായി ഈ കോർപ്പറേഷൻ ഈ തീരുമാനം, അല്ലെങ്കിൽ നേരത്തെ നൽകിയിരുന്ന പ്രപ്പോസൽ അംഗീകരിച്ചുകൊണ്ട് കവാടം നിർമ്മിക്കാൻ അനുമതി നൽകുകയായിരുന്നു. അതാണ് ഇപ്പോൾ വിവാദമാകുകയും ചെയ്തത്. എന്തായാലും ഒടുവിൽ ഈ പ്രതിഷേധങ്ങളെല്ലാം ശക്തമായ സാഹചര്യത്തിൽ ഈ കുഴികളെല്ലാം മൂടി പൂർവ്വസ്ഥിതിയിലാക്കി ഈ ഒരു വിവാദങ്ങൾക്കെല്ലാം അവസാനം ഇടാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും ഒരു സബ് കോൺട്രാക്ടർ കൂടി ചേരുന്നുണ്ട്. ഇപ്പൊ മൂടുകയാണ്, മൂടാൻ പറഞ്ഞ നിർദ്ദേശം തന്നെ മൂടുകയാണ്. ഇപ്പൊ എത്ര ചെലവായി? അത് ചിലവായതൊക്കെ വലിയ ഇതിൽ കൂടെ ഉള്ളതല്ലേ. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ വർഷങ്ങളായി നിൽക്കണമല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നിർദ്ദേശം തന്നെ മൂടും, അത്ര. അത് തീരുമാനിക്കും, അവർ പിന്നെ തീരുമാനിക്കും. പ്രതീക്ഷ കോർപ്പറേഷൻ അധികാരികളുടെ അതെ അത്രേ ഉള്ളൂ. ഈ കമ്പിയും എല്ലാം ഒരുപാട് ഇറക്കി. അതെ എല്ലാം ഞങ്ങൾ കൊണ്ടുപോകാം. എത്ര ദിവസം കൊണ്ട് തീർക്കാനായിരുന്നു പറഞ്ഞിരുന്നത്? ഇത് ഒരു 2 മാസം കൊണ്ട് തീർക്കാനാണ് പറഞ്ഞത്. എന്തായാലും ചേട്ടൻ ഈ പണമെല്ലാം തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും ഇവിടെ ഇറക്കിയിരുന്ന കമ്പിയും മറ്റ് ക്രമീകരണങ്ങളും എല്ലാം തിരികെ കയറ്റുകയാണ്. എന്തായാലും പണി പൂർണ്ണമായി നിർത്തിവെക്കുന്നു. വിവാദങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ എന്തായാലും കോർപ്പറേഷൻ അധികാരികൾ തീരുമാനിച്ചു. ഇങ്ങനെയാണ് എന്തായാലും വിവാദങ്ങൾക്ക് താൽക്കാലികമായി അവസാനമിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഈ അകത്ത് നിന്ന്, അതായത് റോഡിൽ നിന്ന് ഏകദേശം 5 മീറ്ററോളം അകത്തേക്ക് മാറ്റിയാണ് ഈ ഒരു പുതിയ കവാടത്തിലേക്ക് തീരുമാനിച്ചിരുന്നത്. അതെന്തിനാണ് അടിയന്തരമായി നിർമ്മിക്കാൻ തീരുമാനിച്ചത് എന്നുള്ള കാര്യത്തിന് മാത്രം കോർപ്പറേഷൻ അധികാരികൾ ഇപ്പോഴും ഒരു മറുപടി പറയുന്നില്ല.